അറബിക് സാലഡിന്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ സാലഡിന്റെ പേര് ഫത്തൂഷ് എന്നാണ്. അപ്പം അതിന് വേണ്ട സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 കിയാർ എടുത്തിട്ട് ഇതുപോലെ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു കഷ്ണം തക്കാളി അതും ഇതുപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് ക്യാപ്സിക്കം. ഇത് ഗ്രീൻ ക്യാപ്സിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും അതുപോലെ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു അല്ലി വെളുത്തുള്ളി. ഇത് നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ലെറ്റ്യൂസ്. അത് ഞാൻ ഇവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അത് 1 ടേബിൾ സ്പൂൺ പുതിന ഇലയും അതുപോലെ തന്നെ പാസ്ലിയും കൂടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ്. പിന്നെ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് സുമാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൗഡറാണ്. ഇത് നമുക്കിവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. സുമാക്ക് എന്ന് പറഞ്ഞിട്ട് പാക്കിൽ വാങ്ങിക്കാൻ കിട്ടും. ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒലീവ് ഓയില്, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് കുബൂസ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്ത് ഓവൻ ഉണ്ടെങ്കിൽ ഓവനിൽ വെച്ചിട്ട് നമുക്കിതിനെ ടോസ്റ്റ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ പാനിൽ കുറച്ച് ഒലിവ് ഓയിൽ വെച്ചിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഇത് ഡീപ് ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. ആദ്യം കുബൂസ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഞാനിവിടെ കുബൂസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുബൂസ് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഇനി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയാൽ നമുക്കിതിനെ എണ്ണയിൽ നിന്നൊന്ന് മാറ്റാം. ഇത് പെട്ടെന്ന് ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടും. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഞാനിവിടെ കുബൂസ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഡീപ് ഫ്രൈ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഷാലോ ഫ്രൈ ചെയ്ത് എടുത്താലും മതി. ഇനി നമുക്ക് സാലഡ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം നമുക്കൊരു വലിയൊരു ബൗൾ എടുക്കുക. എന്നിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുക്കുംബർ, തക്കാളി, ക്യാപ്സിക്കം, പുതിനയിലയും അതുപോലെ പാസ്ലീസും കട്ട് ചെയ്തത്, പിന്നെ ഇതിലേക്ക് നമുക്ക് ലെറ്റ്യൂസ് ഇട്ട് കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഡ്രസ്സിംഗ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ ഡ്രസ്സിംഗ് തയ്യാറാക്കിയെടുക്കാം. ഇതൊരു ചെറിയ ചെറുനാരങ്ങന്റെ നീരാണ്. അപ്പൊ ഇതിലേക്ക് നമുക്ക് ഈ ചെറുനാരങ്ങ നീരിലേക്ക് നമുക്ക് ചെറുതായി ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ സുമാക്ക് ചെറുതായിട്ട് ഒരു ഉപ്പ് ടേസ്റ്റ് ഉള്ളതാണ്. ഇതിലേക്ക് ഒരു ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ സുമാക്കിന്റെ പൗഡർ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഡ്രസ്സിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സലാഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
നമുക്കിതിലേക്ക് ഇത്തിരി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കുബൂസ് ചേർക്കാം. കുറച്ച് ഞാൻ അതിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് എടുത്തതിന് ശേഷം അതിന് മുകളിൽ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പൊ നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിന്റെ മുന്നേ അറബിക് സാലഡായ തബ്ബൂലെ സാലഡ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളൊരു വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയിട്ട് അതൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇപ്പൊ നമ്മുടെ സാലഡ് ഞാനിവിടെ സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ മുകളിൽ കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കുബൂസിന്റെ പീസ് ഇട്ട് കൊടുക്കാം. നമ്മുടെ അറബിക് സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു മെഡിറ്ററേനിയൻ സാലഡ് കൂടിയാണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായതാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതോടുകൂടെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോഴേ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.